പാർട്ടിയെ നിലംപരിശാക്കിയ തെരഞ്ഞെടുപ്പ് വിധിക്ക് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിൽ പൊട്ടിത്തെറി. മുന്നണി മാറ്റത്തിൽ ചങ്ങനാശ്ശേരിയിൽ പരാജയപ്പെട്ട ജോബ് മൈക്കിൾ അതൃപ്തി പരസ്യമാക്കി. ഇനി തീരുമാനങ്ങൾ ആലോചിച്ചായിരിക്കുമെന്ന് മുതിർന്ന നേതാവ് തോമസ് ചാഴിക്കാടൻ വ്യക്തമാക്കി. ഇതിനിടെ സംസ്ഥാന കമ്മിറ്റി അംഗം ജോണി ഏറത്ത് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. നേതാക്കൾ രണ്ട് തട്ടിലായതോടെ ശനിയാഴ്ച അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരാനാണ് തീരുമാനം. മത്സരിച്ച 12 സീറ്റുകളിലും കനത്ത പരാജയം. കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി. ഈ പരാജയം വലിയ പ്രതിസന്ധിയിലേക്കാണ് ജോസിനെയും കൂട്ടരെയും കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത്. പഴിചാരലുകളും ആരോപണങ്ങളും നേതാക്കൾക്കിടയിൽ തുടങ്ങിക്കഴിഞ്ഞു. മുന്നണി മാറാൻ അവസരമുണ്ടായിട്ടും അത് ചർച്ച ചെയ്യാതിരുന്ന പാർട്ടി നേതൃത്വത്തെ ചങ്ങനാശ്ശേരിയിൽ പരാജയപ്പെട്ട ജോബ് മൈക്കിൾ തന്നെ വിമർശിച്ചു. ഞങ്ങളെ മുന്നണി മാറ്റം പാർട്ടിപരമായി ചർച്ച ചെയ്തില്ല. ചാനലുകാരും യൂട്യൂബേഴ്സും ഒക്കെ ഇറങ്ങി അത് ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അതിലേക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. പരാജയത്തിനു കാരണം സർക്കാർ നിലപാടുകളാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിമർശനം. അതുകൊണ്ട് തന്നെ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തോമസ് ചാഴികാടനും വ്യക്തമാക്കി. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് തന്നെയാണല്ലോ ഈ ജനങ്ങളുടെ പ്രതികരണം സൂചിപ്പിക്കുന്നത്. ഇത്രമാത്രം വലിയൊരു മുന്നേറ്റം മറുപക്ഷത്തിന് ഉണ്ടാകാനുള്ള കാരണം ജനങ്ങളുടെ വികാരം തന്നെയാണ്. പരാജയത്തിന് പിന്നാലെ സംസ്ഥാന സമിതി അംഗം ജോണി ഏറത്ത് രാജിവെച്ചു. നേതാക്കൾക്കിടയിൽ തർക്കം രൂക്ഷമായതോടെ ശനിയാഴ്ച അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റിയും വിളിച്ചു ചേർത്തിട്ടുണ്ട്. കനത്ത പരാജയത്തിന് കാരണം മുന്നണി മാറ്റത്തിന് തടസ്സം നിന്ന നേതാക്കളാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ വിമർശനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന യോഗങ്ങളിൽ ഉയർന്നു വന്നേക്കാം. അങ്ങനെ വന്നാൽ പൊട്ടിത്തെറിയിലേക്ക് പോലും കാര്യങ്ങൾ നീണ്ടേക്കും. അരുൺ തിണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.